രക്തത്തിൽ ESR കൂടിയാൽ അപകടമാണ്. സാധാരണയായി 20 മില്ലിലിറ്ററിൽ താഴെയായിരിക്കും ഒരു വ്യക്തിയുടെ ESR. ഇതിൽ അധികം വരുന്നത് ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ഇൻഫെക്ഷൻ്റെയോ മറ്റ് രോഗങ്ങളുടെയോ സൂചനയായിരിക്കുമെന്നതിനാൽ ഡോക്ടർമാർ ഈ പരിശോധനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി രക്തം പരിശോധിക്കുമ്പോൾ ESR അളവുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ്. ESR കൂടി നിൽക്കുന്ന അവസ്ഥകൾ ഇവയൊക്കെയാണ്. 1. ക്യാൻസർ, വൃക്കരോഗം, തൈറോയിഡ്, അമിതവണ്ണം, സന്ധിവാതം തുടങ്ങിയ പ്രശ്നങ്ങളിൽ ESR അധികമുണ്ടാകാം. 2. അണുബാധയുള്ള സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 3. വൈറൽ ഫീവർ ഉണ്ടാകുമ്പോഴും ESR കൂടാം. 4. ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് മുറിവോ മറ്റോ ഉണ്ടാകുമ്പോഴും ESR കൂടുതലാകാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, സ്ത്രീകളിൽ അവരുടെ പ്രായത്തിൻ്റെ പകുതിയേക്കാൾ അല്പം കൂടുതലാണ് ESR റേറ്റ് എന്നത്. ഇതിന് കാരണം അവരുടെ ശാരീരിക അവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. പ്രസവ കാലങ്ങളിലും ആർത്തവ സമയങ്ങളിലും ESR കൂടുതലായി കാണാൻ കഴിയും. ഇത് രോഗാവസ്ഥയായി കാണേണ്ടതില്ല. എന്നാൽ പുരുഷന്മാരിൽ പ്രായത്തിൻ്റെ ഏകദേശം പകുതിയായിരിക്കും ESR വാല്യൂ. 65 മുതൽ 70 വയസ്സുള്ള ആളാണെങ്കിൽ 30 തൊട്ട് 35 കാണാൻ വഴിയുണ്ട്. പ്രായമാകുമ്പോൾ ഇത്തരം റേറ്റ് കൂടുന്നത് സാധാരണമാണ്. ഇനി ESR അളവ് കുറയ്ക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 1. സ്ഥിരമായുള്ള വ്യായാമം വഴി ഇതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. 2. എല്ലാ മസിലുകൾക്കും കിട്ടുന്ന വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. 3. അതുപോലെ ഫാസ്റ്റ് ഫുഡുകൾ, മധുരം ചേർത്തവ, പ്രോസസ്ഡ് ഫുഡ് എന്നിവ കഴിവതും ഒഴിവാക്കുക. 4. ധാരാളം വെള്ളം കുടിക്കുക. 5. സ്ട്രെസ് കുറയ്ക്കുക. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ അവസ്ഥ കുറയ്ക്കാൻ നമ്മെ സഹായിക്കുന്നവയാണ്. ഇതിലൂടെ ESR കുറയ്ക്കുകയും ചെയ്യാം. ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.